ബിഗ് ബോസ് വീട്ടിൽ നിന്നും ജിഷിൻ എവിക്റ്റ് ആയിരിക്കുകയാണ്. വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു എവിക്ഷൻ ആയിരുന്നു നടന്നത്. എവിക്ഷൻ ലിസ്റ്റിലുള്ള കുറച്ച് പേരെയൊക്കെ ലാലേട്ടൻ ആദ്യം തന്നെ സേവ് ആക്കുന്നു. ഏറ്റവും അവസാനം വന്നത് ബിന്നിയും ജിഷിനുമാണ്. അപ്പോൾ ഇതിലൊരാൾ എവിക്റ്റ് ആകുമെന്ന് ലാലേട്ടൻ പറയുന്നുണ്ട്. ലാലേട്ടൻ അത് കഴിയുമ്പോൾ കാർഡ് എടുത്ത് ഇങ്ങനെ അവരുടെ നേരെ കാണിക്കുന്നു. പക്ഷേ കാർഡിലൊന്നും തന്നെ എഴുതിയിട്ടില്ല. ലാലേട്ടൻ പറയുന്നത് ഈ കാർഡിൽ പേര് എഴുതിയിരിക്കുന്ന ആൾക്ക് എൻ്റെ അടുത്തേക്ക് വരാമെന്നാണ്. പക്ഷേ കാർഡിലൊന്നും തന്നെ എഴുതിയിട്ടില്ല. അപ്പോൾ വീട്ടുകാരൻ ജിഷിനൊക്കെ ഒന്ന് ഞെട്ടുന്നുണ്ട്. ഇനി നോ എവിക്ഷൻ ആയിരിക്കുമോ എന്നൊക്കെ അവർ പ്രതീക്ഷിച്ച് കാണും. പക്ഷേ ഉടൻ തന്നെ സ്പൈക്കുട്ടൻ സ്റ്റോർ റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നു. ആരാണ് പുറത്തായത് എന്ന് എഴുതിയിരിക്കുന്ന കാർഡുമായിട്ടാണ് സ്പൈക്കുട്ടൻ വരുന്നത്. അപ്പോൾ നെവിൻ ആദ്യം തന്നെ സ്പൈക്കുട്ടൻ്റെ കയ്യിൽ നിന്ന് ആ കാർഡ് എടുക്കുന്നു. അപ്പോൾ ലാലേട്ടൻ നെവിൻ്റെ അടുത്ത് ചോദിക്കുന്നു അത് ആർക്ക് കൊടുക്കാനാണ് ആഗ്രഹം എന്ന് ചോദിക്കുന്നു. ആ കാർഡ് നെവിൻ ജിഷിന് കൊടുക്കുന്നു. ജിഷിൻ അത് തുറന്നു നോക്കുമ്പോൾ ജിഷിൻ എവിക്റ്റഡ് എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജിഷിൻ വീട്ടുകാരോട് എല്ലാവരോടും യാത്ര പറഞ്ഞ് വീട്ടുകാർക്കൊക്കെ ഓരോ ചോക്ലേറ്റ് ഒക്കെ കൊടുത്തിട്ടാണ് ജിഷിൻ അവിടുന്ന് ലാലേട്ടൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത്. എനിക്ക് ജിഷിൻ എവിക്റ്റ് ആയത് വളരെ ഒരു അൺഫെയർ ആയിട്ടുള്ള ഒരു എവിക്ഷൻ ആയിട്ട് തോന്നി. കാരണം ജിഷിൻ അത്യാവശ്യം മികച്ച ഒരു ഗെയിമർ തന്നെയായിരുന്നു. ഏറ്റവും മികച്ച ഒരു കളിക്കാരൻ എന്നൊന്നും അഭിപ്രായമില്ല. പക്ഷേ ജിഷിന് മുൻപേ അവിടെ എവിക്റ്റായി പോകേണ്ടിയിരുന്ന മത്സരാർത്ഥികളുണ്ടായിരുന്നു. സേഫായിട്ട് കളിക്കുന്നവർ കുറച്ച് പേരുണ്ടായിരുന്നു. പക്ഷേ എല്ലാം ജനങ്ങളാണല്ലോ തീരുമാനിക്കുന്നത്. ജനങ്ങളുടെ വോട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം ജിഷിൻ പുറത്തായിരിക്കുന്നത്. എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. ഒരു അൺഫെയർ ആയിട്ട് എനിക്ക് തോന്നി. എന്തായാലും ബിഗ് ബോസിൻ്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.